ഞാനിന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ചെറിയ കേക്ക്. തീരെ ചെറിയ കേക്കല്ല. അതിലേക്ക് ഞാനിതാ 3 സ്പൂൺ പഞ്ചസാര നമുക്ക് മെൽറ്റാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെൽറ്റാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് 3 മുട്ടയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടിട്ട് ഇത് നന്നാക്കി ഇത് ഒന്ന് ഉരുകി വന്നതിന് ശേഷം അത് ക്യാരറ്റ് കേക്ക് തന്നെയാണെങ്കിൽ തന്നെ അത് വേറൊരു വെറൈറ്റി. ആദ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ക്യാരറ്റ് കേക്ക് ഇതുമായിട്ട് ഒത്തിരി വ്യത്യസ്തമായിട്ടൊരു കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ പഞ്ചസാര നല്ലോണം മെൽറ്റായി വന്നപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് അതിനകത്തേക്ക് ചേർത്തു. ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വരണം. ഇതാ നമുക്കതിനകത്ത് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഇനി അത് അങ്ങനെ മെൽറ്റായി വരണം. നന്നായി മെൽറ്റായി വരിക. അപ്പം ഞാൻ പഞ്ചസാര കാരമൽ ചെയ്തതും നെയ്യുമാണ്. ഇതാ ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതാ 1 കപ്പ് ക്യാരറ്റ് ഞാൻ അങ്ങോട്ടിട്ടു. ഇനി നമുക്ക് ഒരു അരക്കപ്പ് കൂടിയുണ്ട്. അതാണ് ഞാൻ 3 മുട്ടയുടെ കണക്ക് പറഞ്ഞത്. 3 സ്പൂൺ പഞ്ചസാര, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 മുട്ടയാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. 1.5 ബൗളുണ്ട്. ആ ചെറിയ ബൗളിന് 1.5 ബൗള് ക്യാരറ്റുണ്ട്. ആ ക്യാരറ്റ് നല്ല പോലെ ഇതാ വിളയിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നല്ലവണ്ണം വെന്ത് വിളയിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഇതാ ഞാൻ 1.5 കപ്പ് പൊടിയാണ് ഇനി ചേർക്കാൻ പോകുന്നത്. ഇതാ 1 കപ്പ് ഇത് മൈദപ്പൊടിയാണ് കേട്ടോ. 1.5 കപ്പ് മൈദപ്പൊടിയാണ്. 3 മുട്ടയുടെ കൂട്ടാണത്. അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ: ബേക്കിംഗ് സോഡ. നമുക്ക് ആ സ്പൂണിനകത്ത് നിറച്ചൊരു സ്പൂണ്, കുറച്ച് താഴോട്ട് വീണത് അതുകൊണ്ട് ഞാൻ ഫുള്ളും നിറച്ചിട്ടില്ല. പിന്നെ രണ്ടാമട്ടപ്പം ഒരിച്ചിരി തന്നെ ഈ താഴോട്ട് വീണായിരുന്നു. കൊക്കോ പൗഡർ ആ കപ്പിന് 1 കപ്പ്, ഈ 1 ടേബിൾ സ്പൂണിൻ്റെ കണക്കാക്കിയിട്ടാണ്. പാൽപ്പൊടി കുറച്ച് 1 ടീസ്പൂൺ കണക്കാക്കിയിട്ടാണ് പാൽപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ശകല ഉപ്പ്, ഇച്ചിരി ഉപ്പ്, കുറച്ചേ ഉള്ളൂ, ഒരു നുള്ളുപ്പ് നമ്മളതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായി അരിച്ചെടുക്കാം. ഇനി നമ്മൾ കൈകൊണ്ട് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്യാതെ, അപ്പോൾ നല്ലതായിട്ട് ഇതായി വരും. നല്ലോണം എല്ലായിടും എത്തും. കൈ കൊണ്ട് വെച്ച് ഇനി ഞാൻ അരക്കപ്പ് കണക്കാക്കി, അരക്കപ്പിന് വടിച്ചല്ലെങ്കിൽ കുറച്ചുകൂടെ താഴെ നിർത്തിക്കൊണ്ടാണ് ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഒരുപാട് മധുരം വേണ്ട. ഏലയ്ക്ക, ഏലയ്ക്ക അതിനകത്ത് ഞാൻ ചേർത്ത്. ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഇട്ടു, ഒരു ചെറിയ കഷ്ണം, പിന്നെ ഒരു 6 ഗ്രാമ്പു ഇട്ട്, ഒരു ശകലം പട്ട ഇട്ടു. ഇനി കുറച്ച് ഇത് നല്ലോണം പൊടിച്ചത് നന്നായി പൊടിച്ചെടുത്തു. നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ടത്. 3 മുട്ട ഞാൻ അതിനകത്തേക്ക് ചേർക്കുകയാണ്. മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കണക്കാക്കി എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അത് ഓയിലാണ്, റീഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് വാനില എസൻസും. അത് മുട്ടയുടെ മണം മാറാൻ വേണ്ടി. മുട്ടയുടെ മണം മാറും, അല്ലാതെ തന്നെ ജാതിക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട ഇത് ചേർത്തപ്പോൾ തന്നെ മുട്ടയുടെ മണം മാറും. ഞാൻ മുട്ട അടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് പാലും കൂടെ ചേർത്തു. അതിനകത്തേക്ക് അത് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു. ഇതെല്ലാം കൂടി അടിച്ചത് ഞാൻ അത് ഒഴിച്ച് വെച്ചു. ഞാൻ ഈ ആ മൈദപ്പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് അതിട്ട് ഇളക്കാൻ പോവുകയാണ്. നന്നായി ഇളക്കിയെടുക്കുക. നന്നായി യോജിപ്പിക്കുക. കണ്ടോ, നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കണം. ഇത് പൊടി കട്ടയായിട്ടൊന്നും കിടക്കരുത്.
ബാക്കിയും കുറേശ്ശെ ഇട്ട് നമുക്ക് ഇളക്കാം. ഒട്ടും മുട്ടയുടെ മണം ഉണ്ടാകുകയില്ല. കാരണം ഗ്രാമ്പൂ, കറുകപ്പട്ട, ഏലയ്ക്ക, ജാതിക്ക ഒക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെയാണെങ്കിലും എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി. ഇനി അത് ഇളകി കഴിഞ്ഞപ്പം നമ്മൾ അത് ആ റിബൺ മോഡലിൽ വന്നിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഞാൻ ക്യാരറ്റ് ഇടുകയാണ്. ക്യാരറ്റ് നല്ലപോലെ വിളയിച്ച് വെച്ചിട്ട് കണ്ടില്ല, അതിനകത്ത് പഞ്ചസാര പനിയുടെ ഒന്നും ഒരംശം പോലുമില്ല. അതെല്ലാം നല്ലപോലെ ക്യാരറ്റിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ചിരിക്കണം നല്ലപോലെ. എന്നിട്ട് വേണം നമുക്ക് ക്യാരറ്റ് ഇട്ട് ഇളക്കാൻ. നന്നായി ഇളക്കി യോജിപ്പിക്കണം. അത് നന്നായി യോജിച്ച് വരണം. ഇനി ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയതാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നായിരുന്നു. നല്ലോണം യോജിപ്പിക്കുക. ഇനി ഞാൻ അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ചേർക്കുകയാണ്. ചേർത്ത് ഇളക്കുക. അത് താണൊന്നും പോകത്തില്ല. വെറുതെ അതെല്ലാം മിക്സായി തന്നെ കിടക്കും. കാരണം നമ്മൾ ക്യാരറ്റ് ചേർത്തേക്കുന്ന കാരണം. ഞാനിപ്പം 10 മിനിറ്റ് കൊണ്ട് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു ആ പാത്രം. അതിനകത്തേക്ക് ഞാൻ ആ റിങ് വെച്ചിട്ടുണ്ട്. അതുപോലെ ബട്ടർ പേപ്പർ ഞാൻ നല്ലതുപോലെ ബട്ടർ തേച്ചതിന് ശേഷം, നെയ്യ് തേച്ചതിന് ശേഷം ആ പ്ലേറ്റിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ നന്നായി വൃത്തിയായിട്ട് ഫുള്ളും നെയ്യ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ബട്ടർ പേപ്പറിലും നെയ്യ് തേച്ചിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. നല്ലോണം നമുക്ക് നല്ലോണം ഒന്ന് തട്ടിക്കൊടുക്കാം. അതിനകത്തേക്ക് വയ്ക്കാം. ഇനി നമുക്കിതൊരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 35 മിനിറ്റ് ആയപ്പോഴാണ് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് താഴോട്ട് താഴും. അത് പൊങ്ങി വരുമ്പോൾ അത് മറഞ്ഞു പോകും. എന്നാൽ മറഞ്ഞും പോകരുത്. ഇതായിട്ട് നിൽക്കുകയും വേണം. അതിൽ പിടിച്ച് നിൽക്കുകയും വേണം. അതിന് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ? ഒന്നും കയ്യെ പറ്റുന്നില്ല. ഉണ്ടല്ലേ? ഞാൻ 45 മിനിറ്റ് ബേക്ക് ചെയ്തതാണ്. നോക്ക്, കയ്യിലൊന്നും പറ്റുന്നില്ല. കണ്ടോ? ഞാൻ കയ്യിലേക്ക് ഇടുകയാണ്. ഇത് കണ്ടോ? അടിഭാഗം കരിഞ്ഞിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഒന്നും നല്ലപോലെ ഇളക്കിയിടുക. കണ്ടോ? എങ്ങും പിടിച്ചിട്ടുമില്ല, കരിഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. നല്ലൊരു കേക്കായി കിട്ടിയിട്ടുണ്ട്. 1 കിലോയുടെ ഒരു കേക്കുണ്ട്. ഇത് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിട്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും താണു പോയിട്ടില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.